ഓണസദ്യയും ഒക്കെ ഒരുക്കി മാവേലി മന്നനെ വരവേറ്റ് മലയാളിക്കര ഇങ്ങനെ ഒന്നാകെ രാവിലെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ്. വേർതിരിവുകളുടെയും വേലിക്കെട്ടുകളൊക്കെ മറന്ന് ഒരുമയുടെ ഓണക്കോടി അളിഞ്ഞ് ഉത്സവ ലഹരിയിലാണല്ലേ കൊച്ചിക്ക് പോവാം. അതെ, കൊച്ചിയില്ലാണ്ട് എന്ത് ഓണം. ഡാനി, ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ ഡാനി, എന്താണെങ്കിലും ഓണത്തിന്റെ തുടക്കം അവിടെ നിന്നാണ്. അത്തച്ചമയത്തിൽ തുടങ്ങി ഇതാ തൃക്കാക്കര സ്വന്തം സ്ഥലമാണ് മഹാബലി തമ്പുരാന്റെ. അപ്പോ എന്താണ് അവിടുത്തെ ഓണാഘോഷം എങ്ങനെയുണ്ട്? ചടങ്ങുകളൊക്കെ തുടങ്ങിയോ? ഈ ഡാനിയുടെ ഓണപരിപാടി എന്താണ് പറഞ്ഞിട്ട് അങ്ങ് ക്ലിയർ ആക്കാം. ആദ്യം എല്ലാവർക്കും ഓണാശംസകൾ. പിന്നെ എന്തോ ചോദിച്ചതുപോലെ എന്താ ഓണപരിപാടി എന്ന് വെച്ചാൽ ഇത് തന്നെയാണ് ഓണപരിപാടി എന്ന് പറയാൻ കഴിഞ്ഞ കുറെ നാളുകളായി ഈ ഓണ ദിവസങ്ങളിലുള്ള നമ്മുടെ പരിപാടികൾ ഇത് തന്നെയാണല്ലോ. എന്തായാലും ഉള്ളത് ഇപ്പോൾ തൃക്കാക്കരയിലാണ്. നമുക്കറിയാം ഈ തൃക്കാക്കര എന്ന് പറയുന്നത് തിരുവോണത്തിന്റെ നാട്, ഓണത്തിന്റെ നാട് എന്നെല്ലാം തന്നെ വിശേഷിപ്പിക്കാവുന്നത്. മറ്റ് വിശേഷങ്ങളെക്കാളെല്ലാം തന്നെ അധികം തൃക്കാക്കരയോട് ചേർന്ന് നിൽക്കുന്നത് ഈ ഓണ ദിവസവും ഇതിന്റെ ആഘോഷങ്ങളും ഇതിന്റെ തനിമയും ഈ നിറച്ചാർത്തും എല്ലാം തന്നെയാണ്. എന്തുകൊണ്ട് തൃക്കാക്കരയിലേക്ക് വിശേഷപ്പെട്ട ഇടമാകുന്നു എന്ന് ചോദിച്ചാൽ ഈ കാണുന്ന വലിയ പുരുഷാരിവിടേക്ക് തൊഴുന്നതിന് വേണ്ടി എല്ലാം തന്നെ കാത്തു നിൽക്കുന്ന ഒരു നീണ്ട നിര. കാരണം ഇതിനൊരു ഐതിഹ്യവും ചരിത്രവും എല്ലാം തന്നെയുണ്ട്. ഇതിന് കേരളത്തിലെ തന്നെ ഒരുപക്ഷെ രാജ്യത്തെ തന്നെ ഒരു വാമനമൂർത്തി ക്ഷേത്രം എന്നെല്ലാം പറയാവുന്നത്, വാമനമൂർത്തി പ്രതിഷ്ഠയുള്ള ക്ഷേത്രം എന്ന് പറയാവുന്നത് തൃക്കാക്കര മഹാക്ഷേത്രമാണ്. ഇതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു ചടങ്ങെന്ന് പറയുന്നത്, ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ്, ഈ ദിവസത്തെ ചടങ്ങെന്ന് പറയുന്നത് മഹാബലിയെ പ്രതീകാത്മകമായി എതിരേൽക്കുക എന്നതാണ്. ഇത് എത്ര ഒരു സന്തുഷ്ടകരമായ അല്ലെങ്കിൽ എത്ര ആഹ്ലാദകരമായ ഒരു നിമിഷമാണെന്ന് നോക്കുക. അങ്ങനെ ഒരു പ്രതീകാത്മക ചടങ്ങ് നടക്കുന്നത്. വാമനമൂർത്തി വേഷധാരിയായ ആ ഒരു കുട്ടി ഇവിടെ പ്രതീകാത്മകമായി മഹാബലി എതിരേറ്റ് ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോകുന്നു എന്നതാണ് അതിന്റെ ഒരു ആശയമെന്ന് പറയുന്നത്. അതിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങായിട്ട് അത് നടത്തുന്നത്. അതോടുകൂടിയാണ് ഈ ആഘോഷങ്ങൾക്ക് വലിയ രീതിയിലൊരു തുടക്കമാകുന്നത്. വിവിധ ദേശങ്ങളിൽ നിന്ന്, വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധിയായ ആളുകൾ ഈ തൃക്കാക്കര ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ പിന്നീട് നടക്കുന്ന രാവിലെ ഒരു 10:00 തിരുവോണ സദ്യ ആരംഭിക്കും. എന്തോ കൂടുതൽ താല്പര്യമുള്ളൊരു വിഷയമായിരിക്കും എൽദോയ്ക്ക് തിരുവോണ സദ്യ എന്നെല്ലാം തന്നെ പറയുമ്പോഴേക്കും. അപ്പോൾ ഈ തിരുവോണ സദ്യ ഡാനിക്ക് ഓണമായാലും ക്രിസ്മസ് ആണെങ്കിലും ഡാനി ഓണമാണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഡാനിക്ക് സദ്യയോടും ഉച്ചത്തെ ഭക്ഷണത്തോടും ഒന്നും താല്പര്യമില്ല. എനിക്ക് നല്ലപോലെ അറിയാം. കാരണം ഡാനിയുടെ ഒരു രീതി ഇതാണ്, മിതമായിട്ട് ആഹാരം മാത്രം കഴിക്കുക. എന്തായാലും ആ തിരുവോണത്തിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് തിരുവോണ സദ്യയാണ്. 10:00 തിരുവോണ സദ്യക്ക് ഔപചാരികമായ തുടക്കമാകും. മന്ത്രിമാരായ റോജി എം ജോണും അബ്ദുൽ ഗഫൂറും അടക്കമുള്ളവർ അതിൽ പങ്കെടുക്കുകയും ചെയ്യും. തൊട്ടപ്പുറത്താണ് തിരുവോണ സദ്യ. ഏതാണ്ട് 25,000-ലധികം പേർക്ക് സദ്യ നൽകാൻ കഴിയുമെന്ന് തന്നെ. ഇന്നലെ ഉത്രാട സദ്യ ഉണ്ടായിരുന്നു. ആ ഉത്രാട ദിവസം ഇന്നലെ നമ്മളത് മിസ് ചെയ്തില്ലെന്ന് കൂടി ചേർത്ത് പറയുന്നു. ഇവിടെ എത്തുകയും ചെയ്തു. തിരുവോണത്തിന്റെ ദിവസം ഈ തൃക്കാക്കരയുടെ ഈ ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് അവരുടെ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ തിരുവോണ സദ്യ എന്ന് പറയുന്നത് ഈ ദേശം മുഴുവനായിട്ട് തന്നെയും ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരുക എന്നതാണ്. ഈ പ്രദേശത്ത് താമസിച്ചിരുന്നവർ, ഇവിടെ നിന്ന് വിവാഹിതരായി മറ്റിടങ്ങളിലേക്ക് പോയവർ, വിദേശത്ത് പോയവർ, ഇവരുടെ എല്ലാം തന്നെ ദേശത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കൂട്ടായ്മയുടെ ഉത്സവത്തിന്റെ മഹോത്സവമായിട്ട് തന്നെയാണ്. അവരുടെ ഒരുമയുടെ, സാഹോദര്യത്തിന്റെ, ദേശത്തിന്റെ ഒരു ഉത്സവമാണ് ഇവിടെ ഈ ഇന്നത്തെ ആഘോഷം എന്ന് പറയുന്നത്. ഓണത്തിനപ്പുറം ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ചേർത്ത് കെട്ടാവുന്ന ഒരു വികാരമാണ് അവരുടേത്. ഈ ദിവസത്തെ ഒരു കൂട്ടായ്മ എന്നെല്ലാം പറയുന്നത്. ഇന്ന് പരസ്പരം കണ്ടും ആശ്ലേഷിച്ചും ആശംസകൾ കൈമാറിയും എല്ലാം തന്നെ കടന്നുപോകുന്ന ഒരു ദിവസം കൂടിയാണെന്ന് വളരെ സ്നേഹത്തോടെ, സന്തോഷത്തോടെ, സുഖാന്വേഷണങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന ആ ഒരു ദിവസം എല്ലാം കൂടിയാകുന്നു എന്നത്. അതാണ് അതിന്റെ പ്രത്യേകത. ഏതായാലും ഇവിടെ നട തുറന്നു. ദർശനത്തിന് വേണ്ടിയുള്ള വലിയ തിരക്ക്, നീണ്ടുപോകുന്ന ക്യൂ, അത് ഇതിൽ കുട്ടികൾ, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒത്തിരി പേരുണ്ട് ഇവിടെ എല്ലാം തന്നെയുണ്ട്. അങ്ങനെ ആ ഒരു നിര നീണ്ടുപോകുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ മറ്റ് ചടങ്ങുകളുമെല്ലാം നടക്കും. കലാപരിപാടികളടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുകയും ചെയ്യും. ഏതായാലും ഇതിൽ നമ്മൾ കാണുന്നത് വളരെ സന്തോഷമുള്ള, തെളിമയുള്ള, നിറഞ്ഞ ചിരിയുള്ള മുഖങ്ങൾ തന്നെയാണ് കാണുന്നത് എന്നതാണ്. ഏതായാലും ഈ ഒരു ക്യൂ കാര്യങ്ങളും എല്ലാം തന്നെ നമുക്ക്
നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. ഇവിടെയാണോ ഈ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം? ഇതിനു മുമ്പ് വന്നു, 2-3 പ്രാവശ്യം വന്നിട്ട് പോയി. ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നാണ് ഇത്രയും തിരക്ക്, ഭയങ്കര ക്യൂ നിൽക്കുന്നത്. സന്തോഷം. ഇതേപോലുള്ള ഒരു പ്രതികരണം നമ്മൾ ആരോട് ചോദിച്ചാലും ഈ രീതിയിൽ തന്നെയാണ് നമുക്ക് കാണാം. ഇവിടെ അടുത്താണോ വീട്? അല്ല, വടുതലയാണ്. ഈ ദിവസങ്ങളിൽ ക്ഷേത്രം ഇവിടെ തന്നെയാണ്? തീർച്ചയായിട്ടും വരാറുണ്ട്. എന്റെ അച്ഛൻ ഇവിടെ മേൽശാന്തിയായിരുന്നു 35 കൊല്ലം മുമ്പ്. വളരെ വൈകാരിക അടുപ്പം കൂടിയാണ്. തീർച്ചയായിട്ടും എല്ലാ ഓണത്തിന്റെ അന്ന് രാവിലെ വന്ന് തൊഴും. ഇതുപോലെ ഹൃദയത്തോടെ ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങളും സാക്ഷ്യങ്ങളും എല്ലാം തന്നെയാണ് അവർക്ക് ഈ ദിവസത്തിന്റെ ഒരു ആഘോഷം എന്ന് പറയുന്നത്, ഉത്സവം എന്ന് പറയുന്നത്. അത് തിരുവോണം എന്ന് പറയുന്നതോടൊപ്പം തന്നെ അതിനുമപ്പുറം ചേർന്ന് നിൽക്കുന്ന പ്രാദേശികമായ ഒരു വികാരവും അടുപ്പവും എല്ലാം തന്നെയുണ്ട്. എൽദോ സൈറ നോക്കുക, നീണ്ടുപോകുന്ന ക്ഷേത്രത്തിനകത്തേക്ക് നീണ്ടുപോകുന്ന ഒരു ക്യൂ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നവരുടെ വലിയ നിരകൾ അങ്ങനെ അനസ്യൂതം അത് നീണ്ടുപോവുകയാണ്. അതിനപ്പുറത്താണ് ഈ നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാബലിയെ എതിരേൽക്കുന്നതടക്കമുള്ള ചടങ്ങുകൾ, പ്രതീകാത്മക ചടങ്ങുകൾ അടക്കം ആരംഭിക്കുന്നത്. ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ആ ചടങ്ങുകൾക്ക് തുടക്കമാകുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ അത്തം ഘോഷയാത്രയോട് ചേർന്ന് നിൽക്കുന്നതാണ് തൃക്കാക്കരയിലെ ഈ മഹോത്സവം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണത്തിന്റെ വരവറിയിക്കുന്ന, ഓണത്തിന്റെ വിളംബരം എന്നതെല്ലാം തന്നെ പറയുന്നത് അത്തം ദിവസം നടക്കുന്ന അത്തം ഘോഷയാത്രയാണ്. തൃപ്പൂണിത്തുറ രാജഭരണ കാലത്തോടെ അത് ചേർന്ന് നിൽക്കുന്ന ഒരു ആഘോഷവും എല്ലാം തന്നെയാണ്. ഈ അത്തം നാളിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്ന അത്തം പതാക, അതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് നന്ദി കുറിച്ചുകൊണ്ട് കൊടിയേറ്റായിട്ട് നടക്കുന്നത്. അതിനുശേഷം ഇന്ന് തിരുവോണത്തിന് വൈകുന്നേരത്തോടുകൂടി വലിയ വിപുലമായ ആഘോഷ പരിപാടികളോടുകൂടി പകൽപൂരത്തോടുകൂടി അതിന് കൊടിയിറക്കമാവുകയും ചെയ്യും. ആ ദിവസങ്ങളിൽ ഈ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ വിപുലമായ രീതിയിൽ തന്നെ അത് സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ദേശത്തിന്റെ ഒരു വലിയ ഉത്സവമായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ കൊണ്ടാടുകയും എല്ലാം തന്നെ ചെയ്യും. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ചടങ്ങുകളുടെ ഒരു മൂലകേന്ദ്രം എന്നതെല്ലാം പറയുന്നത് ഈ ദിവസത്തിന്റെ ഇത് മഹാബലി ആസ്ഥാനമാണ്. ഇവിടെ നിന്നാണ് മഹാബലി എതിരേൽക്കുന്നത് അടക്കമുള്ള ആ ചടങ്ങുകളും എല്ലാം തന്നെ നടക്കുന്നത്. അങ്ങനെ എൽദോ സൈറ, ഏതായാലും ഈ ദിവസത്തിന്റെ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം ചടങ്ങെന്ന് പറയുന്നത് മഹാബലി എതിരേൽക്കുന്ന ആ ചടങ്ങുകളടക്കമാണ്. അതിന് അല്പസമയത്തിനകം തന്നെ അത് തുടക്കമാകുകയും ചെയ്യും. അതോടുകൂടി ഇവിടുത്തെ ഒരു ഓണാഘോഷം അതിന്റെ ഒരു പൂർണ്ണമായ സജീവതയിലേക്ക് കടക്കുകയും ചെയ്യും. റൈറ്റ്. അപ്പോൾ ഡാനി, എന്തായാലും ഓണം കളറാക്കുക, ഓണസദ്യയൊക്കെ ഉണ്ടിട്ട് വേണം പോകാൻ. ഡ്യൂട്ടി ആണെന്ന് പറഞ്ഞാൽ ഓണസദ്യ ഉണ്ടായിരിക്കില്ലേ? ഇല്ല ചേട്ടാ, മിസ്സാക്കും തോന്നുന്നുണ്ടോ? ഇല്ല, ഉറപ്പായിട്ടില്ല. അപ്പോൾ ഗംഭീരമായിട്ട് ഓണം ആഘോഷിക്കുക. നല്ലൊരു ദിവസമാവട്ടെ ഡാനിക്ക്, ഡാനിയുടെ ഫാമിലി എല്ലാം ഞങ്ങളുടെ ഹാപ്പി ഓണം കേട്ടോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.